ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന സൗജന്യ സ്കൂൾ അരിയുടെ അളവ് പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും ഭരണം പോയ ശേഷമുള്ള നിരാശയിൽ നിന്ന് സർക്കാരിനെതിരെ വ്യാജ പ്രചാരണം നടത്താനും ഇറങ്ങിത്തിരിച്ച പ്രതിപക്ഷ നേതാവിനും സംഘത്തിനും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് നാണം കെട്ട തിരിച്ചടിയാണ്. സ്കൂൾ കുട്ടികൾക്ക് ഓണസമ്മാനമായി നൽകേണ്ട 5 കിലോ അരി സർക്കാർ വെട്ടിക്കുറച്ച് 4 കിലോയാക്കി എന്നായിരുന്നു മുൻ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും CPM മുഖപത്രത്തിലെ വലിയ വാർത്തകളും. സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന അരി തട്ടിയെടുക്കുന്ന ജനദ്രോഹ സർക്കാരാണ് ഇതെന്ന് വരുത്തി തീർക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതോടെ നിലംപരിശായത്. കഴിഞ്ഞ വർഷവും നൽകിയത് കൃത്യം 4 കിലോ അരി തന്നെയായിരുന്നുവെന്ന് സത്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ സൈബർ ലോകം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി തന്നെ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അന്നത്തെ അരി വിതരണത്തെ കുറിച്ചിട്ട പഴയ പോസ്റ്റുകൾ തന്നെയാണ് തൊണ്ടിമുതലായി മാറിയത്. പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ 4 കിലോ കൊടുത്തിട്ട് അതേ കാര്യം പുതിയ ഭരണസമിതി നടപ്പിലാക്കുമ്പോൾ അയ്യോ 5 കിലോ കൊടുത്തിരുന്ന അരി 4 ആക്കി കുറച്ചേ എന്ന തൊണ്ട പൊട്ടി നിലവിളിക്കുന്ന പിണറായിയുടെയും സഹപ്രവർത്തകരുടെയും കാപട്യത്തെയാണ് ഇവിടെ മലയാളി ജനത പരിഹസിക്കുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള ലക്ഷക്കണക്കിന് സർക്കാർ എയ്ഡഡ് വിദ്യാർത്ഥികൾക്കാണ് ഇക്കുറിയും കൃത്യമായി 4 കിലോ വീതം അരി എത്തിച്ചു നൽകുന്നത്. പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി അരി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതോടെ കൃത്യമായി കുട്ടികളുടെ കയ്യിൽ ആശ്വാസം അണയുകയും ചെയ്തു. പൂട്ടിക്കെട്ടിയ സപ്ലൈകോയിൽ സാധനങ്ങൾ എവിടെ, ഓണക്കിറ്റ് എവിടെ എന്നൊക്കെ ചോദ്യശരങ്ങൾ ഉന്നയിക്കാൻ നോക്കിയവർക്ക് സ്വന്തം ഭരണകാലത്തെ വാഗ്ദാനങ്ങളുടെയും കണക്കുകളുടെയും നിഴൽ തന്നെയാണ് ഇപ്പോൾ മറുപടിയായി തിരിച്ചടിക്കുന്നത്. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പിഞ്ചു കുട്ടികളുടെ അരിയുടെ അളവിൽ പോലും രാഷ്ട്രീയ ചായം കലർത്തി കള്ളം പ്രചരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയ നേതാക്കൾക്ക് സോഷ്യൽ മീഡിയ നൽകിയ ഈ തിരിച്ചടി ഒരു നല്ല പാഠമാണ്. കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇറങ്ങിയാൽ തെളിവുകൾ ഇന്റർനെറ്റിന്റെ മൂലയിൽ നിന്ന് പൊക്കിയെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് അധിക സമയം വേണ്ടെന്ന് നേതാക്കന്മാർ ഓർക്കുന്നത് നന്നായിരിക്കും.